എല്ലാ ഫേസ്ബുക്ക് യൂട്യൂബ് ക്ലബ് ഹൗസ് പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നിന്റെ ഈ കർത്താവായ യേശുക്രിസ്തു മാത്രം എല്ലാം തികഞ്ഞ ദൈവം, അള്ളാഹു കുറകളുള്ള പോരായ്മകളുള്ള ദൈവം അള്ളാഹു അല്ലേ? നിന്റെ ദൈവം മാത്രം വലിയവൻ, അള്ളാഹു പോരായ്മകളുള്ളവൻ. എടാ മൊട്ടത്തലയാ, നിന്റെ മൊട്ടത്തലക്കകത്ത് ആംപ്ലേറ്റോ പുൾസയോ അടിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പറ നീ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബ്രദർ മാരിയോ ജോസഫിനുള്ള ഒരു മറുപടിയാണ്. അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ തുടങ്ങിയ പ്രയോഗങ്ങൾ ക്രൈസ്തവർ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നതിനെക്കുറിച്ച് അദ്ദേഹം റീസെൻ്റായിട്ട് നടത്തിയ ഒരു വീഡിയോ പരാമർശമുണ്ട്. ആ വീഡിയോയെ ആസ്പദമാക്കി അതിന് കൊടുക്കുന്നൊരു മറുപടിയാണ്. ഇതൊരു അക്കാഡമിക് പരിപാടിയായിട്ട് തന്നെ നിങ്ങൾ കാണുക. ഞങ്ങൾക്കിതൊരു അക്കാഡമിക് പരിപാടിയായിട്ട് കാണാൻ കഴിയില്ല. കാരണം യേശുക്രിസ്തു വലിയവനാണെന്ന് കാണിക്കാനും അള്ളാഹു ഇസ്ലാമിൻ്റെ ദൈവമായ അള്ളാഹു അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങളെ എല്ലാം പോരായ്മയുള്ളവരും ത്രിസംഖികളെയും സംഖ്യകളെയും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഊളത്തര പരിപാടി എന്നായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു അക്കാഡമിക് പരിപാടിയായിട്ട് ഇത് കാണാൻ കഴിയില്ല. അത് നീ അങ്ങ് കണ്ടാൽ മതി അക്കാഡമിക് പരിപാടിയായിട്ട്. പിന്നെ നിന്റെ ത്രിസംഖ്യകളും സംഖ്യകളെയും കേൾപ്പിച്ചാൽ മതി അക്കാഡമിക് പരിപാടിയായിട്ട്. ഞങ്ങൾക്കത് കാണാൻ കഴിയില്ല. കേട്ടാടാ? അതല്ലാതെ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ ദയവ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവരരുത്. ഇതിനുശേഷം ഒരു ക്ലബ് ഹൗസ് ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. എന്നാൽ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലബ് ഹൗസിൽ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന്, കാര്യം അവരുടെ വിഷയമായതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അയ്യോ, നിന്റെ അവസരമൊന്നും ഇസ്ലാം സഹോദരന്മാർക്ക് വേണ്ട. അത് നീ നാലാക്കി മടക്കിയിട്ട് നിന്റെ ക്ലബ് ഹൗസിൽ കിടക്കുന്ന സഹോദരന്മാരുണ്ടല്ലോ, അവരുടെ അണ്ണാക്കിലേക്ക് അങ്ങ് തുരുകി കൊടുത്താൽ മതി. എടാ, സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യം ഇസ്ലാം സഹോദരന്മാർക്കോ ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്കോ ആവശ്യമില്ലടാ. നീ എന്തൊക്കെ ഉറഞ്ഞു തുള്ളിയാലും നീ ഒരു സെപ്റ്റിക് ടാങ്കാണ്. നിന്റെ ക്ലബ് ഹൗസിലിരിക്കുന്ന കുറേ കൂളകളുണ്ടല്ലോ, അത് വലിയ വലിയ സെപ്റ്റിക് ടാങ്കാണ്. ഈ സെപ്റ്റിക് ടാങ്കുകളോടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലടോ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കൊന്നും. ഏട്ടാ, അതങ്ങ് നാലാക്കി മടക്കിയിട്ട് നിന്റെ ത്രിസംഖ്യയുടെ അണ്ണാക്കിലേക്ക് അങ്ങ് തുരുകി കൊടുത്താളാ. ബ്രദർ മാരിയോ ജോസഫ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഇസ്ലാമിക ആശംസാ രീതി അല്ലെങ്കിൽ അഭിവാദന രീതിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ആരംഭിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഗൾഫിൽ നിന്നുള്ള കുറെ മലയാളികളാണ് എന്നോട് ഈ ചോദ്യം ഉന്നയിച്ചത്. അസ്സലാമു അലൈക്കും എന്നൊരു അറബി എന്നോട് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് ക്രിസ്ത്യാനിയായ ഞാൻ തിരിച്ചു പറയാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ കുമ്പസാരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. എന്ത് നല്ല ചോദ്യമല്ലേ? മാരിയോ ജോസഫ് ആയാലും ആ വോട്ടിട്ടിരിക്കുന്ന വഴുക്കുമൊട്ടയായാലും നിങ്ങൾ രണ്ടുപേരെ കാണുമ്പോഴും ഒന്നാം തരം വേട്ടാവിളിയന്മാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മാരിയോ ജോസഫ്, സത്യത്തിൽ ഗൾഫിൽ കിടക്കുന്ന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളികൾ, ക്രിസ്ത്യാനി മലയാളികളാണല്ലോ, അവരാരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടായിട്ടുണ്ടോ? അതോ നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് വർക്കാണോ ഇത്? നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണോ മാരിയോ ജോസഫ്? വഴക്കുമൊട്ടണ്ണ ആണോ? അപ്പോൾ ഇനി കെട്ടുകഥയല്ല, അത് വാസ്തവമാണെങ്കിലും കൂടി ആ ക്രിസ്ത്യൻ സഹോദരൻ എന്താ പറയുക, കുമ്പസാനിക്കേണ്ടി വരുമെന്നോ? അപ്പോൾ ആ ക്രിസ്ത്യൻ സഹോദരനടുത്ത് പറയണം, മാരിയോ ജോസഫേ, ഗൾഫിൽ പോയിട്ട് പണിയെടുക്കാൻ ഒരു പ്രശ്നവുമില്ല, കുമ്പസാനിക്കേണ്ട ആവശ്യമില്ല. ഗൾഫിൽ പോയിട്ട് അറബികളുടെ കാശും വാങ്ങി നക്കി അണ്ണാക്കിലേക്ക് തുരുകി ഏമ്പക്കം വിടാൻ ഒരു കുഴപ്പമില്ല, കുമ്പസാനിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും അറബികൾ ഒന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ സ്നേഹത്തോട് പറഞ്ഞാൽ കുമ്പസാനിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന ആ ക്രിസ്ത്യാനി ഗൾഫ് മലയാളികളോട് പറ, വല്ല അമേരിക്കയിലും പോയി പണിയെടുക്കാൻ, ഗൾഫ് രാജ്യം ഉപേക്ഷിച്ച് വരാൻ. ഇത് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ഒരു കഥ, കണ്ടന്റ്, യൂട്യൂബ് ചാനലിന് വീഡിയോ കണ്ടന്റായിട്ട് ഉണ്ടാക്കുന്ന ഓരോരോ കുത്തിത്തിരിപ്പ് കഥ എന്നേ ഇതിന് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. നാറികളെ, ബാക്കി പറയണ. എനിക്കും അതാണ് ബ്രദർ മാരിയോട് പറയാനുള്ളത്. എന്ത് നല്ലൊരു ചോദ്യം. കാര്യം, ആ ചോദ്യത്തിനകത്തെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അറബി നാട്ടിലൊരു അറബി ഒരു ക്രിസ്ത്യാനിയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് സലാം മടക്കാൻ വലൈക്കും മുസ്സലാം എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിൻ്റെ പേരിൽ പോയി കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ബ്രദർ മാരിയോ ജോസഫ് ഇപ്പോൾ ഇവിടെ അവസാനം സ്റ്റേറ്റ് ചെയ്ത പോലെ എന്ത് നല്ല ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അറബി ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ
ഒരു ക്രൈസ്തവനോട് അസ്സലാമു അലൈക്കും എന്ന് പറയണമെങ്കിൽ 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ആ അറബിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് യാതൊരു വെളിവുമില്ല, 2 ആ അറബി ഒരു മനോഹരനായ എക്സ് മുസ്ലിം ആയിരിക്കണം. അറബിക്കല്ലട വെളിവില്ലാത്തത്, നിനക്കും വെളിവില്ല, ആ മറ്റേ മൈക്കിൽ സംസാരിക്കുന്ന എന്താണ് ആ മേരി ജോസഫിനും വെളിവില്ല, പിന്നെ ആ ക്രിസ്ത്യൻ സഹോദരനുണ്ടല്ലോ അവനും വെളിവില്ല. അങ്ങനെ വെളിവുണ്ടെങ്കിൽ അവൻ ഗൾഫ് നാട്ടിൽ പോയി പണിയെടുക്കൂല. ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ഞാൻ പണിയെടുക്കുക, അല്ലെങ്കിൽ ഏത് മുസ്ലിങ്ങൾ പണിയെടുക്കുക, അല്ലെങ്കിൽ ഏത് ഹിന്ദുക്കൾ പോയി പണിയെടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു പാസ്റ്റർ ആ ഹിന്ദുവിനെ നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളാ ഈ ക്രിസ്ത്യൻ്റെ നാട്ടിലാണ്, അവർ പ്രൈസ് ദി ലോർഡ് പറഞ്ഞു, നമുക്ക് മറുപടി അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ അതിനോട് ബഹുമാനിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ട് സമാന ബുദ്ധിയെങ്കിലും ഒരു മനുഷ്യനായിട്ട് വേണം. നിങ്ങൾ 2 വെട്ടാവളിമാർക്കില്ല, ആ ഗൾഫിൽ പണിയെടുക്കുന്ന ആ ക്രിസ്ത്യൻ സഹോദരൻ എന്ന് പറയുന്നുണ്ടല്ലോ അവനും വെളിവില്ല. അപ്പോൾ ശരിക്കും അതെന്തുകൊണ്ടാണ്? കാര്യം മുഹമ്മദിൻ്റെ ഇസ്ലാമിൽ, അതായത് ഇന്ന് ലോകത്ത് കാണുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൽ, ഖുറാന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഇസ്ലാം മതത്തിൽ ഒരു ക്രൈസ്തവന് ഒരു മുസ്ലിം അങ്ങോട്ട് കയറി അസ്സലാമു അലൈക്കും എന്ന് പറയാൻ മൊട്ടത്തലയാ നിർത്ത്. മേരി ജോസഫ് പറഞ്ഞതിന് തെളിവ് വല്ലതുണ്ടോ? മേരി ജോസഫ് ഒരു മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് തള്ളിമറിക്കുകയാണെന്ന് നിനക്കറിയോ? ഇല്ല. അങ്ങനെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ പറഞ്ഞ വീഡിയോ ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു അറബി വന്നിട്ട് ഒരു ക്രിസ്ത്യൻ സഹോദരൻ്റെ അടുത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിൻ്റെ തെളിവ് വല്ലതും വീഡിയോ എന്തെങ്കിലും ആ മേരി ജോസഫ് കാണിച്ചോ? അയാൾ ഒരു മൈക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് വെറുതെ എന്തൊക്കെയോ തള്ളിമറിക്കുന്നു, അതിനെ എടുത്ത് വെച്ചുകൊണ്ട് നീ ഒരു കണ്ടന്റായിട്ട് യൂട്യൂബിൻ്റെ അകത്ത് ഇടുന്നു. ഇത് 2 പേരും 2 വേട്ടവളിയന്മാരെ പറയുന്നതിന് യാതൊരു തെളിവുമില്ല. ഇനി ഒരു അറബി വന്നിട്ട് ഒരു ക്രിസ്ത്യൻ സഹോദരൻ്റെ അടുത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവൻ ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ക്രിസ്ത്യൻ പള്ളിയിൽ വേറെന്തിനോ ഒരു വയറിങ്ങിനോ അല്ലെങ്കിൽ പ്ലംബിങ്ങിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി എന്ന് വെച്ചോ, അവിടുത്തെ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, സ്വാഭാവികമായി പറഞ്ഞാൽ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ പറഞ്ഞാൽ ഞാൻ അയാൾക്ക് മര്യാദ കൊടുക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മര്യാദ അവിടെ കാണിച്ചു, ഞാൻ ആ മര്യാദ മാനിച്ചുകൊണ്ട് എൻ്റെ ഭാഷയിൽ എന്താണ് പറയാൻ പറ്റുന്നത് ആ ഭാഷയിൽ ഞാൻ പറയും. കഴിഞ്ഞു, അവിടെ വിഷയം കഴിഞ്ഞു. എടാ വേട്ടാവളിയന്മാരെ, ഇതൊക്കെ എടുത്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കി, ഒരു വർഗീയത ഉണ്ടാക്കി, ഒരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കി യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്ത് അതിൽ കിട്ടുന്ന പൈസ വാങ്ങി നക്കുന്ന 2 വേട്ടാവളിയൻ, മേരി ജോസഫ് ആയാലും ശരി, മൊട്ടത്തലയാ നീ ആയാലും ശരി, എന്തോന്നാടാ അതൊക്കെ? എടാ ഇതൊക്കെ ചില്ലി വിഷയടാ. ക്രിസ്ത്യാനികൾക്ക് ഗൾഫിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ അവിടുത്തെ പൈസ വാങ്ങി നക്കണേനൊന്നും ഒരു കുഴപ്പമില്ലല്ലോടാ. ഞാൻ പച്ചയ്ക്ക് പറയും, നിങ്ങൾ 2 നാറികളും കൂടിയിട്ടാണ് ഈ മതഭിന്നത ഉണ്ടാക്കുന്നത്. 2 നാറികൾ ഈ കണ്ടന്റ് എടുത്ത് പറയാനേ പാടില്ല, പറഞ്ഞാറികളെ പാടില്ല. കേരളത്തിൽ നിന്നുള്ള എന്താ പറയുക, നമ്മുടെ മലപ്പുറത്തു നിന്നൊരു സൈദലവിയും കൊട്ടാരക്കര എന്നൊരു ജോസഫും ഇരിക്കുന്ന സ്ഥലത്ത് ഒരു അറബി വരിക, അപ്പം എന്ത് ചെയ്യും? I would say assalamu alaikum intending the Muslim, not the kafir. അങ്ങനെ അങ്ങാരി വരുന്ന ജോസഫും സൈദലവിയും കൂടെ ഇരിക്കണ 2 മലബാറികൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു അറബി വന്നാൽ ആ അറബി എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും എന്ന് പറയും, സമാധാനം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയും. പക്ഷെ ആ സമാധാനം ആശംസിക്കുന്ന നിങ്ങളിൽ കാഫിർ പെടില്ല, മുസ്ലിം മാത്രം, അവിടെ ഇരിക്കുന്ന മുസ്ലിമിന് മാത്രം സമാധാനം ഉണ്ടാകട്ടെ എന്ന് അവർ ആശംസിക്കും. അയ്യോ എൻ്റെ മൊട്ടത്തലയാ, നീ ഇത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്രിസ്ത്യൻ സഹോദരന്മാരോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങൾ ആരും ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യണ്ട. അവിടെ എങ്ങാനും അറിയാതെ ഒരു അറബി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുമ്പസാനിക്കേണ്ടി വരും. അതുകൊണ്ട് ആരും ഗൾഫിൽ പോണ്ട, ക്രിസ്ത്യൻ സഹോദരന്മാർ ആരും ഗൾഫിൽ പോണ്ട, എല്ലാവരും അമേരിക്കയിൽ പൊയ്ക്കോളി എന്നൊരു വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞില്ലടേ. എന്തിനാടാ ഈ കുത്തിത്തിരിപ്പായിട്ട് നടക്കുന്നത്? അമേരിക്കയിൽ പോയിട്ട് ഒരു മുസ്ലിം പണിയെടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു റൂൾസ് തെറ്റുകയോ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ തൊള്ള കൊണ്ട് പറയുമല്ലോ, അത് അമേരിക്കയാണ്, ആ രാജ്യം വേറെയാണ്, അവിടെയുള്ള റൂൾസുകളും ഫോളോ ചെയ്യണം, അവിടെയുള്ള റൂൾസുകൾ അംഗീകരിച്ച് പോകണം, എന്നാലേ അവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. അത് ക്രിസ്ത്യൻ രാഷ്ട്രമാണ് എന്നൊക്കെ ബെടാ തള്ളിയെന്ന് മറിക്കുമല്ലോടാ. ഇത് ഈ മേരി ജോസഫ് പറഞ്ഞതിന് തെളിവ് പോലും ഇല്ലാത്തതിന് എന്തിനാടാ ഉളകൾ എങ്ങനെ ഇട്ടിട്ട് വർഗീയത ഉണ്ടാക്കണത്? പരനാറികളെ എന്തിനാണ് ഉണ്ടാക്കണത്? നിനക്കൊക്കെ ഇതിനെക്കാട്ടും വല്ലത് കക്കൂസിലെ തീട്ടം പരത്തുന്നുണ്ടാ ഉളകളെ. ഇതാണ് ബ്രദർ മാരിയോ ജോസഫിന് അറിയാമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം ഒരു ഇമാമത്തൊക്കെ നിന്നിട്ടുള്ള ഒരു മുസ്ലിമാണ് ബ്രദർ മാരിയോ എന്നാണ് എൻ്റെ അറിവ്, ബ്രദർ സുലൈമാൻ മാരിയോ എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രദർ മാരിയോ ജോസഫ്
സുലൈമാൻ ഇമാമായിരുന്ന കാലത്തെങ്കിലും ഇത് അറിയില്ല എന്ന് വാദിക്കുന്നതിനകത്ത് ലോജിക്കില്ല. അപ്പം ഈ ചോദ്യം തന്നെ അപ്രസക്തമായ ഒന്നാണ്. ഈ ചോദ്യം തന്നെ ഇസ്ലാം മതത്തിനുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാര്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമുസ്ലിമിനെ സമാധാനം ആശംസിക്കുക എന്ന് പറയുന്നത് ഹറാമായിട്ടുള്ള കാര്യമാണ്. നിർത്തി, നീ അവിടെ അടങ്ങ്, ഒരു പടി അടങ്ങ് അവിടെ. എൻ്റെ മേരി ജോസഫേ, എന്താ നിന്റെ അവസ്ഥ? മുസ്ലിമായിരുന്ന സമയത്ത് മുസ്ലിമിൽ നിന്നും ക്രിസ്ത്യാനിയായിട്ട് നിനക്ക് ഇതാണല്ലോ മേരി ജോസഫേ എൻ്റെ അവസ്ഥ. തിരുസംഖി പറഞ്ഞിട്ടല്ലേ സുലൈമാനിയായിരുന്നപ്പോൾ കളിയാക്കണുണ്ടോ? ആക്കിയത് കണ്ടോ? ഇതിനെയാണ് പറയുന്നത് താനിരിക്കേണ്ടിടത്ത് താനിരിക്കണം, അല്ലാത്തപ്പോൾ നായ് വന്നിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇപ്പോൾ സുലൈമാനി മേരി ജോസഫ് അതിൻ്റെ അവസ്ഥ. തിരുസംഖി കളിയാക്കണുണ്ട? നീ ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്ത്യാനിയായി കാര്യങ്ങളൊക്കെ നേടി, നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടി, ലോകം മുഴുവൊക്കെ ചുറ്റി പൈസ സമ്പാദിച്ചു, എല്ലാം സെറ്റപ്പൊക്കെ ആയി, വലിയ പണ്ഡിതനൊക്കെ ആയി അല്ലേ? ക്രിസ്ത്യാനിലെ പണ്ഡിതന്മാരൊക്കെ ആയി, വലിയ പ്രസംഗിയൊക്കെ ആയി. എന്നിട്ടും നിന്റെ അവസ്ഥ നോക്ക്. തിരുസംഖി പോലും മുസ്ലിമായിരുന്ന ഒരുത്തനല്ലേ എന്നാണ് പറയുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ് മേരി ജോസഫേ. ഇനിയെങ്കിലും ഈ മുസ്ലിങ്ങളുടെ കുറ്റം പറയുന്നതും അറബികളെ കുറ്റം പറയുന്നതും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് വലിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ട് ക്രിസ്ത്യൻ മതത്തിലുള്ള കാര്യങ്ങൾ പറ. ഇല്ലെങ്കിൽ തിരുസംഖികൾ ഉണ്ടല്ലോ, ഈ തിരുസംഖി, ഈ മൊട്ടത്തലേനെ പോലുള്ള തിരുസംഖികൾ എടുത്തിട്ടങ്ങ് കുണയ്ക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, താൻ ഇരിക്കേണ്ടടുത്ത് താൻ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ നായി കയറിയിരിക്കും. എന്തോ ഒരു അവസ്ഥയാണ് എൻ്റെ മേരി ജോസഫേ. നീ വല്ലാത്തൊരു അവസ്ഥയാണല്ലേ ക്രിസ്ത്യൻ മതത്തിൽ പോയിട്ട്. അല്ല, ഇവൻ കേട്ടില്ല ഇപ്പം മൊട്ടത്തലേം പറഞ്ഞത്, പണ്ട് ആക്കിയതാണ്. ഇതിനൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടല്ലോ, നിൽക്കേണ്ട ആവശ്യമുണ്ടോ മേരി ജോസഫേ? എന്തിനാണ് അല്ലേ? വല്ലാത്തൊരവസ്ഥ. അസ്സലാമു അലൈക്കും. മൊട്ടത്തലയാ, പിന്നെ കാണാം, പിന്നെയും ബാ. നീ നിനക്കിട്ട് മണ്ടയ്ക്ക് കൂട്ടിത്തരും കോട്ടത്തലയാ.